ഗൈസ് വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ് ആൻഡ് യെസ് നമ്മൾ അങ്ങനെ നമ്മുടെ ഫാൻ ഷോ ഇവിടെ ഹോസ്റ്റ് ചെയ്യാണ് ഗൈസ്. ത്രില്ലറാണ്, എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി, ചെറിയൊരു ഫാൻ ബോയിൽ നിന്ന് ഇങ്ങനൊരു പരിപാടി എനിക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം പ്രൗഡാണ്, വളരെയധികം ഹാപ്പിയാണ്, വളരെയധികം എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടി ഉഷാറാക്കണം. അതുകൊണ്ടാണ് ഇതായി വേസ്റ്റൊക്കെ ഉണ്ടോ, ഇതിനു വേണ്ടി സ്പെഷ്യൽ ഇറക്കിയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. നമ്മൾ ആൾക്കാരൊക്കെ വരുന്നുള്ളൂ, നമ്മൾ ടിക്കറ്റൊക്കെ കളക്ട് ചെയ്യണം. ബാക്കിയൊക്കെ പിന്നെ പറയാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ടിക്കറ്റ്സ് കൊടുക്കാൻ നിൽക്കുകയാണ്. നമ്മുടെ ഫാൻസ് മൊത്തം വന്നിക്കാണ്. ടിക്കറ്റ്സ് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ പോയി വരാം ആസിഫ് അലിയാണ് കൊടുക്കുന്നത്. എല്ലാം നോക്കിയിട്ട് ഇവന്റെയും അതേപോലെ സന്ദീപ് ഏട്ടന്റെ നമ്പർ ഏതാട്ടത്? ഏറ്റവും ലാസ്റ്റ് മറ്റേ we have all fans over here guys, all waiting for the final show. കിട്ടിയരാകത്ത് കേറിക്കോ, കേറിക്കോ കേറിക്കോ. നിങ്ങൾ നമ്പർ പറ. 17 അല്ല, I78. അയ്യോ ഓക്കെ. J7 ഇവിടുന്ന് വാങ്ങ്. J7 ഇവിടെ. J7 എടുക്ക്. J7 ശരത്ത് 67. വേറെ ആലിയ, നിന്റെ നമ്പർ എത്ര? നമ്മുടെ ബാക്കിയുള്ളവരവിടെ കേറി. ഗൈസ് മൂവി അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് മെച്ചോർഡ് സ്പൈഡർമാൻ, എവല്യൂഷണറി സ്പൈഡർമാൻ. ഇതാണ് ഇൻക്രെഡിബിൾ ആൾക്ക്, ഇതാണ് നമ്മൾ ആഗ്രഹിച്ച ആൾക്ക്, ഇതാണ് നമ്മൾ മറന്നുപോയ ഒരാൾക്ക്. അപ്പോൾ പടം മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. അവർ തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസും ഈ നമ്മുടെ സ്പൈഡർമാൻ ഇവോൾവ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജസും എല്ലാം കൊണ്ടും, സ്റ്റോറി കൊണ്ടും. അടുത്ത ക്രെഡിറ്റ് സീൻ ഒരെണ്ണേ ഉള്ളൂ, അത് ചെറിയൊരു ക്രെഡിറ്റ് സീനാണ്. പക്ഷേ ഒരു മാർവൽ ഫാൻ അറിയാം ആ ചെറിയ ക്രെഡിറ്റ് സീൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ക്യാമിയോസ് ഉണ്ടായിരുന്നു, ക്യാമിയോസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്യാമിയോ ഉണ്ടായിരുന്നു. അത് വണ്ടർഫുൾ ആയിരുന്നു, ഫണ്ണായിരുന്നു. കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓവറോൾ മൂവി ഇഷ്ടപ്പെട്ടു. പല അഭിപ്രായങ്ങളുണ്ടോ, പക്ഷേ നമ്മുടെ ഫാൻ ഷോ അടിപൊളിയായി. ഒരു സാധാരണ ഒരു ഫാൻ ബോയ് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ കാണുമ്പോൾ ജസ്റ്റ് ഒരു ഫാൻ ബോയ് ആയിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ PVR ഫാൻ ഷോ കാണുമ്പോൾ ഏത് ത്രില്ലാണോ കിട്ടിയത് അതേ ത്രില്ല് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. അങ്ങനെ ഒരു ഫാൻ ബോയിൽ നിന്ന് ഒന്നൊരു ഫാൻ ഷോ ഹോസ്റ്റ് ചെയ്യണ ലെവലിലേക്ക് എത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നാണ്, പ്രൗഡാവുന്ന ഒന്നാണ്. കാരണം നമ്മളൊരു 10-12 പേര് ഒരുമിച്ചൊരു പടം പോയി കാണാം എന്ന് പ്ലാൻ ഇട്ടെന്ന് തുടങ്ങിയെന്നാണ്. ഇന്ന് 82 പേരോളം മൂവി കാണാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ട്, അല്ലെങ്കിൽ പോയി വരാമിനെ പ്രത്യേകം എടുത്തിട്ട് പറയണം. എൻ്റെ കൂടെ എൻ്റെ ഈ ആഗ്രഹത്തിന് സപ്പോർട്ട് നിന്ന ആസിഫ് ബ്രോനെ എന്തു പറഞ്ഞാലും മതിയാവില്ല, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ ഓരോ ആഗ്രഹത്തെയും എൻ്റെ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്ത ആസിഫ് ബ്രോക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു ഫാൻ ഷോ ഇത്ര വലുതാക്കിയാലും ഇത്ര ഗംഭീരാക്കിയാലും ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ഒരു അപ്ഗ്രേഡ് കിട്ടി. അപ്പോൾ വളരെ ഹാപ്പിയാണ്. എന്തുകൊണ്ടും അവരെന്നെ കുറേ പേരെ എത്തിക്കാനും ഇത് പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പാക്കി. മൂവി ഇതാ കണ്ട് ഇറങ്ങി, എല്ലാവരും ഹാപ്പിയായി. എന്താ പറയുക, അങ്ങനെയാണ്. അപ്പോൾ സ്പൈഡർമാൻ്റെ റിവ്യൂ ഇത്രയാണ്. ഇനി നമ്മൾ അടുത്ത കാത്തിരിക്കുന്നത് നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ് ഡേക്കാണ്. അതിൻ്റെ ഇടയിൽ വിഷൻ ക്വസ്റ്റ് സീരീസ് വരുന്നുണ്ട്, അപ്പോൾ അതും കാണണം. എക്സ്മാൻ്റെ അനിമേറ്റഡ് സീരീസ് കണ്ടു കഴിഞ്ഞിട്ടാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കാണുന്നത്. ഇനി വിഷൻ ക്വസ്റ്റ് കഴിഞ്ഞിട്ട് വേണം അവഞ്ചേഴ്സ് ഡൂംസ് ഡേ കാണണമെങ്കിൽ. അപ്പോൾ ഇനി അവഞ്ചേഴ്സ് ഡൂംസ് ഡേക്കുള്ള കാത്തിരിപ്പാണ്. അപ്പോഴും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക നടത്താൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു, ഹോപ്പ്ഫുള്ളി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.